ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അമ്മച്ചിമായും മക്കളും കൂടെ ചിന്നമ്മയുടെ വീട്ടിലേക്ക് പോയി. ഇന്ന് കുഞ്ഞുമാമ ഗൾഫിൽ പോവുകയാണ്, അതായത് അൽത്താഫ് ബ്രോ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്നോർത്ത് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് മാങ്ങാച്ചാറൊക്കെ ഇട്ട് വെച്ചു, ഇറച്ചി അച്ചാറൊക്കെ ഇട്ട് വെച്ചു. പിന്നെ വീണ്ടും മാങ്ങാച്ചാറൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഡിന്നർ പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. മക്കളെയൊക്കെ ഉറക്കിയതിന് ശേഷം ഞാനും ചിന്നമ്മായും അമീനായും അമ്മച്ചിയമ്മായും കൂടെ കുറേ നേരം രാത്രി കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലത്തെ ഒരു സീനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു സീനാണ് ഇത്. പിന്നെ അതിന് ശേഷം ഞാൻ പൂച്ചസാറുമായിട്ട് നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുഞ്ഞി പൂച്ചസാറുമായിട്ട് നിന്ന് കാര്യമൊക്കെ പറയുവാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ ഓരോരോ പരിപാടീസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കുഞ്ഞി ചായ കുടിക്കാനായിട്ടിരുന്നു. ചായയും തേൻമുട്ടായുമാണ് രാവിലെ കുഞ്ഞാവി കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇടിയപ്പവും കറിയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുഞ്ഞി മൈസൂട്ടനും കൂടെ മുകളിലോട്ട് പോയി കുഞ്ഞായ ഉണർത്താനുള്ള പരിപാടീസാണ്. പിന്നെ കുഞ്ഞായ ഉണർത്തി ബ്രഷൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഐസൂട്ടനെയും കുഞ്ഞിയും അതിനിടയിൽ കൂടെ ഞാൻ പോയി കുളിപ്പിച്ചു. പിന്നെ ഐസൂട്ടൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ അങ്ങനെ നിന്നപ്പോഴാണ് അടുക്കള വാതിലിൽ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കൊക്കമാവൻ നിന്ന് ചിറകൊക്കെ കുത്തി വൃത്തിയാക്കി സുന്ദര കുട്ടപ്പനാവുകയാണ്. പിന്നെ കുഞ്ഞിക്ക് മൈലാഞ്ചി കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞാവിനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെയ്ച്ചോറും കറിയും വെക്കാനുള്ള പരിപാടിയിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാടെ പുറകെ നടന്ന് സോപ്പിട്ട് ചാമ്പയ്ക്ക വിൽക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ചാമ്പയ്ക്ക വിച്ചുവാണ് അവർ രണ്ടുപേരും കൂടെ. കുവൈറ്റിൽ നിന്നപ്പോഴേ കുഞ്ഞി ഐസൂട്ടനും പറഞ്ഞായിരുന്നു ചാമ്പയ്ക്ക, മാങ്ങ, ചക്ക ഒക്കെ വേണമെന്ന്. അങ്ങനെ ചാമ്പയ്ക്ക പിച്ച് ചെയ്ത് എന്തായാലും കഴിച്ചു. ചാമ്പയ്ക്കയും പേരയ്ക്കയും മാത്രമാണ് പിച്ചിയപ്പോൾ ഇൻട്രസ്റ്റോടെ കഴിച്ചത്. ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒന്നും നാട്ടിൽ വന്നപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിക്ക് മരത്തിൽ കയറണമെന്ന് കുവൈറ്റിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞതാവളെ കൊണ്ടുപോയി മരത്തിലൊക്കെ കയറ്റിക്കുവാണ്. ചുള്ളാരുടെ ആഗ്രഹമല്ലേ. അല്ല, മരത്തിൽ കയറണോന്ന്. കേറിയല്ല, ഇനി എന്ത്. അങ്ങനെ കുഞ്ഞി മരത്തിലൊക്കെ കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്നു. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.